ഏത് ധ്യാനം കൊണ്ടാണ്, ഏത് സ്തോത്രം കൊണ്ടാണ് ഭഗീരഥൻ പൂജ ചെയ്തത്? എനിക്കതൊന്ന് അറിയണമെന്ന് പറയാണ്. സ്തോത്രമൊക്കെ സ്തുതിച്ചു എന്നേ പറഞ്ഞുള്ളൂ, സ്തോത്രം ഏതാന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. അപ്പൊ പറയുകയാണ്, ഭഗീരഥൻ എന്ത് ചെയ്തു? രാവിലെ കുളിച്ച് നിത്യകർമ്മ എല്ലാം ചെയ്ത ശേഷം നല്ല ശുഭ്ര വസ്ത്രമൊക്കെ ധരിച്ച് ആദ്യം 6 പേർക്ക് പൂജ ചെയ്തു എന്ന് പറയുകയാണ്. ആർക്കൊക്കെയാണ്? ഗണേശൻ, വിഘ്നേശ്വരനാണല്ലോ നമ്മൾ ആദ്യത്തെ പൂജ ചെയ്യുന്നത്. അതിനുശേഷം ആദിത്യന്, അഗ്നി, വിഷ്ണു, ശിവൻ, ദേവി, ഈ 6 ദേവതകളെയും പൂജിച്ചു. ഇതിനുശേഷം മാത്രം വേണം ഗംഗാദേവിയുടെ പൂജ തുടങ്ങാൻ. അതല്ലെങ്കിലും ഇവിടെ വിപരീത ഫലമുണ്ടാകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു രീതിയിൽ ധ്യാനിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പൂജ ചെയ്തിട്ട് വേണം ഗംഗാദേവിയെ ധ്യാനിക്കാൻ. ഇനി ആ ധ്യാനിക്കേണ്ട രൂപം ഞാൻ പറഞ്ഞു തരാം എന്ന് നാരായണ ഋഷി പറയുകയാണ്. എന്നിട്ട് അവിടെ ഗംഗാദേവിയുടെ എന്താ പറയുക, നമ്മള് ശിരസ് മുതൽ പാദം വരെ അങ്ങ് വർണ്ണിക്കുകയാണ്. കേശാദിപാദമോ പാദാദികേശോ എന്നൊക്കെ നമ്മൾ പറയും. ശരിക്കും പറഞ്ഞാൽ അതിന് ചില റൂളുകളൊക്കെ ഉണ്ട്. ഇന്ന ആളുകളെ കേശാദിപാദം തൊട്ടും പാദാദികേശം തൊട്ടും ഇന്നവരെയൊക്കെ വർണ്ണിക്കണം എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ അതിന് മാറ്റമുണ്ട്. സൗന്ദര്യ ലഹരിയിലൊക്കെ അതിന് ചില മാറ്റമുണ്ട്. എന്താണെങ്കിലും ഇവിടെ ഗംഗാദേവിയെ പൂർണ്ണമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. 1-2 കാര്യങ്ങൾ മാത്രം അതിലെ പറയാം. അത്രമാത്രം വളരെ വർണ്ണിച്ചിരിക്കുന്ന ശ്ലോകമാണ്. ഒന്ന്, കൃഷ്ണ വിഗ്രഹത്തിൽ നിന്നും ജനിച്ചവൾ. അത് നമ്മൾ ഇനി കാണും, എങ്ങനെയാണ് കൃഷ്ണരൂപത്തിൽ നിന്നും ഗംഗാദേവി ജനിച്ചത് എന്ന്. കൃഷ്ണ തുല്യ, പരമസാത്വി, വന്യതുല്യം വിശുദ്ധമായിട്ടുള്ള വസ്ത്രം ധരിച്ചവൾ, രത്നഭൂഷണങ്ങൾ കൊണ്ട് വിഭൂഷിത, ശരത്കാലത്തെ 100 പൂർണ്ണചന്ദ്രന്മാരുടെ ശോഭയെ അതിശയിപ്പിക്കുന്ന ശോഭ. അത് പറയുമ്പോ ഒരു കാര്യം പറയാതെ ഈ ശരത്കാല ചന്ദ്രന്, ശരത്ചന്ദ്രൻ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാല്, ശരത്കാലത്താണ് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് ചന്ദ്രനെ കാണാൻ പറ്റുന്ന ആ സമയത്താണ്. അതിന്റെ ആ മനോഹാരിത മുഴുവൻ. അപ്പൊ അത് പൗർണമിയും കൂടെ ആണെങ്കിലോ പൂർണ്ണചന്ദ്രനും കൂടെ ആണെങ്കിലോ അതിന്റെ അഴക് ചെറുതൊന്നുമല്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെയുള്ള 100 ചന്ദ്രന്മാരുടെ ശോഭ എന്നെല്ലാം പറഞ്ഞ് ആ ഗംഗാദേവിയുടെ ധ്യാനം രൂപം എങ്ങനെയാണെന്ന്. എന്തിനാണ് ധ്യാന രൂപം, ധ്യാന ശ്ലോകം എന്തിനാണ്? ഇപ്പൊ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ ആദ്യമേ നമ്മൾ ധ്യാന ശ്ലോകം ചൊല്ലും. ഭഗവത്ഗീത ചൊല്ലുമ്പോൾ ധ്യാന ശ്ലോകമുണ്ട്. ശരിക്കും ഭഗവാൻ കുരുക്ഷേത്രത്തിൽ നിന്ന് ഭഗവത്ഗീത ഉപദേശിക്കുമ്പോൾ അവിടെ ഓംപാർത്ഥായ പ്രതിബോധിതമൊന്നും ചൊല്ലിയില്ല. അതുപോലെ വാൽമീകി രാമായണത്തിൽ ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പുസ്തകം വേറെ എടുത്തു ചൊല്ലുമ്പോൾ അതിൽ ധ്യാന ശ്ലോകമുണ്ട്. എന്നാൽ അഗസ്ത്യ മഹർഷി ചൊല്ലിക്കൊടുത്തപ്പോൾ അവിടെ ധ്യാന ശ്ലോകം ഇല്ല. അപ്പോൾ എന്തിനാണ് ഇതുപോലെയുള്ള സ്തോത്രങ്ങൾ ചൊല്ലുമ്പോൾ നമ്മൾ ധ്യാന ശ്ലോകം ചൊല്ലുന്നത്? നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തിട്ട് ഓടി പടച്ചു വന്നിരിക്കുകയായിരിക്കും. നേരെ ചൊല്ലുമ്പോൾ നമ്മുടെ ഏകാഗ്രത അത്ര ഉണ്ടാവില്ല. അപ്പൊ അതിന് എന്ത് ചെയ്യണം? നമ്മളൊന്ന് വന്ന് സമാധാനമായിട്ടിരുന്ന് ഏത് ദേവനെയാണോ നമ്മൾ സ്തുതിക്കാൻ തുടങ്ങുന്നത് ആ ദേവന്റെ ഒരു രൂപം നമ്മൾ ധ്യാന ശ്ലോകത്തിലൂടെ ചൊല്ലും. അപ്പൊ എന്താണ്? ധ്യാന ശ്ലോകത്തിലൂടെ ആ ദേവനെ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ദേവനിലേക്ക് നമ്മുടെ ശ്രദ്ധ വരും. ദേവനിലേക്ക് ശ്രദ്ധ വന്നു കഴിയുമ്പോഴേക്കും ചുറ്റുമുള്ള എല്ലാ വ്യവഹാരങ്ങളിൽ നിന്നും നമ്മുടെ ശ്രദ്ധ ഭഗവാനിലേക്ക് വന്നതായിട്ട് മാറും. പിന്നീട് ആ ധ്യാന ശ്ലോകം ചൊല്ലുമ്പോൾ നമ്മൾ സ്വസ്ഥമായി പിന്നീട് നമ്മൾ പ്രധാനപ്പെട്ട സ്തോത്രം ചൊല്ലും. അപ്പൊ ഇവിടെയും ഭഗീരഥൻ ഗംഗയെ സ്തുതിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ എന്ത് വേണം? നമുക്ക് സാകാരധ്യാനം ഇല്ലാതെ പറ്റില്ല, അല്ലെ? ശങ്കരാചാര്യർ പോലും സഗുണ ആരാധനാ രീതിയെ വാദം കൊണ്ട് അനുകൂലിച്ചയാളാണ്. വാദപ്രതിവാദത്തില് സഗുണ ആരാധന, സ്വരൂപ ആരാധന ഇല്ലാതെ നമുക്ക് ധ്യാനിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് സ്വരൂപ ധ്യാനത്തെ അനുകൂലിച്ചയാളാണ് ശങ്കരാചാര്യൻ. ശരിക്കു പറഞ്ഞാല് വേദത്തില് ഇപ്പൊ ഇവിടെ ഗംഗാദേവിയുടെ രൂപമാണ് പറയുന്നത്. എത്ര മനോഹരിയായിട്ടുള്ളവള്, എന്താ പറയുന്ന, അരയില് നല്ല കാഞ്ചി ഒക്കെ ധരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തടിച്ച ഉറച്ച അരക്കെട്ട്, ഓരോന്നായിട്ട് പറയുന്നുണ്ട് പാദപത്മങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ. പക്ഷേ വേദത്തിൽ നോക്കിയാല് ഗംഗാദേവിക്ക് രൂപമില്ല ശരിക്കു പറഞ്ഞാല്. എന്നാല് നമ്മൾ ഹരിദ്വാറില് ഹർക്കി പൗഡിയിലൊക്കെ നോക്കിയാല് അവിടെ ഗംഗാദേവിയുടെ ക്ഷേത്രമുണ്ട്. അവിടെ ഗംഗാദേവിക്ക് പ്രതിഷ്ഠയുണ്ട്, വളരെ സുന്ദരിയായിട്ടുള്ള ഗംഗാദേവി. എന്തുകൊണ്ടാണ്? പുരാണങ്ങളിലെ ഗംഗാദേവിക്ക് രൂപം നൽകിയിരിക്കുന്നു. കാരണം രൂപമില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്, ധ്യാനിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ
ധ്യാനിക്കാനുള്ള രൂപം നാരായണ ഋഷി തന്നെ കൊടുത്തിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ധ്യാനിക്കാനുള്ള രൂപം പറഞ്ഞു കൊടുക്കുകയാണ്. മുഴുവൻ നമുക്ക് പറയാൻ സമയമില്ല. ഈ രൂപം വെച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്? ഷോഡശോപചാരങ്ങൾ നൽകി ആദ്യം ഗംഗാദേവിയെ പൂജിക്കണം. ഇവിടെ എന്താ നമ്മൾ പറയുന്നത്? ഭഗീരഥൻ എങ്ങനെ പൂജിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഷോഡശോപചാരം വെച്ച് പൂജിക്കുക. നമുക്കറിയാം, ആസനം പാദ്യമർക്കുക അല്ലെ, ആദ്യം ദേവിയെ സ്വീകരിച്ച് ഇരുത്തുക. ഓരോന്നായിട്ട് നമ്മൾ ചെയ്യണം. 16 ഉപചാരങ്ങളും ചെയ്യണം, സ്നാനം കഴിപ്പിക്കണം, ഇതൊക്കെ. പക്ഷെ ഇതൊന്നും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ഭൗതികമായിട്ട് വസ്തുക്കളെ കൊണ്ട് ജലമൊക്കെ അഭിഷേകം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിന് മറ്റൊരു വിധാനമുണ്ട്. അതാണ് മാനസ പൂജ. നമുക്കറിയാം, ശങ്കരാചാര്യ ശിവമാനസ പൂജാ സ്തോത്രം എഴുതിയിട്ടുണ്ട്, ശ്രീ മൃത്യുഞ്ജയ മാനസ പൂജാ സ്തോത്രം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ എന്താണ്? അപ്പൊ നമുക്ക് കാശിയിൽ പോയി കാശി വിശ്വനാഥനെ ഒന്ന് പൂജിക്കണം, അഭിഷേകം ചെയ്യണം. പറ്റണില്ല, ആരോഗ്യമില്ല, കാലും കൈയും നീങ്ങുന്നില്ല, എന്ത് ചെയ്യും? ഇത് തന്നെ വിദുരരും യുധിഷ്ഠർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് മാനസ പൂജ. നമുക്കിവിടെ മനസ്സുകൊണ്ട് ഏകാഗ്രതയോട് സങ്കല്പിച്ച് ഈ അവിടെ ചെയ്യുന്ന എല്ലാം ചെയ്യാം. പശുമാനസ പൂജാ സ്തോത്രം എങ്ങനെയാ തുടങ്ങുക? രത്നേ കൽപ്പിതമാസനം ഹിമചലൈ സ്നാനം ച ദിവ്യാംബരം നാനാരത്ന വിഭൂഷിതം മൃഗമദം മോദാന്വിതം ചന്ദനം ജാതി ചമ്പക ബില്ലോ പത്രരചിതം പുഷ്പം ച ധൂപം തഥാ ദീപം ദേവതയാ അനിധേയ പശുപതേഹർ കൽപ്പിതം ഗൃഹ്യത. ഇങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രത്നേ കൽപ്പിതമാസനം. ആദ്യം തന്നെ ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവാനെ നല്ല രത്നങ്ങൾ കൊണ്ടൊക്കെ നിർമ്മിച്ച ആ ആസനം നമ്മൾ കൊടുക്കുന്നു. മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. രത്നമൊന്നും നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണ്ട, നമുക്ക് അതിനൊന്നും കാശില്ലെങ്കിലും കുഴപ്പമില്ല. രത്നേ കൽപ്പിതമാസനം ഹിമജലൈ, ആ നല്ല ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന ആ പരിശുദ്ധമായിട്ടുള്ള ജലം വെച്ച് ഞാൻ ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു. മനസ്സുകൊണ്ട് കണ്ടാൽ മതി, ഹിമാലയത്തിൽ പോകണ്ട. രത്നേ കൽപ്പിതമാസന ഹിമജലൈ സ്നാനം ച ദിവ്യാംബരം. എന്നിട്ട് കുളിപ്പിച്ചിട്ട് എന്താണ്? നല്ല ദിവ്യമായിട്ടുള്ള അമ്പരങ്ങൾ, രത്നങ്ങളും ഒക്കെ പതിപ്പിച്ച അമ്പരങ്ങൾ കൊണ്ട്, പിന്നെ ഛത്രം ചാമരയോർ ധാരാളം പറയുന്നുണ്ട്. പൂജകൾ, ധൂപം ദീപത യാനിതേ പശുപതേ ധൂപം ഒക്കെ കാണിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മാനസ പൂജയും ഷോഡശോപചാരവും ഒക്കെ നമുക്ക് മാനസ പൂജയായിട്ടും ചെയ്യാം. അപ്പൊ ഇവിടെ പറയുന്നു, ഗംഗാദേവിയെ ഷോഡശോപചാരം വെച്ച് പൂജ ചെയ്തിട്ട് അഞ്ജലിബദ്ധനായിട്ട് നീ സ്തുതിക്കുക. എന്നിട്ട് ഭഗീരഥൻ സ്തുതിച്ചു എന്ന് പറഞ്ഞിട്ട് നാരായണ ഋഷി 21 ശ്ലോകങ്ങളുള്ള ഭഗീരഥൻ സ്തുതിച്ച ശ്ലോകം നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. അത് മുഴുവൻ നമുക്ക് വളരെ വലിയ ശ്ലോകമാണ്, പറയാൻ സമയമില്ല. ഇങ്ങനെ ഒരു ശ്ലോകം ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നീട് താല്പര്യമുള്ളവര് ദേവി ഭാഗവതം എടുത്ത് അതിലെ ആ ശ്ലോകം പഠിക്കുക, ഗംഗാദേവിയെ ചൊല്ലി സ്തുതിക്കാനായിട്ട്. ഈ സ്തോത്രം നിത്യവും ചൊല്ലി ഗംഗയെ പൂജിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും അശ്വമേധയാഗം നടത്തുന്നതിന്റെ പുണ്യം ലഭിക്കുന്നൊക്കെ പറഞ്ഞ് ഫലശ്രുതി എല്ലാം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആണ് ഭഗീരഥൻ ഗംഗയെ സ്തുതിച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു? ഭഗീരഥൻ ഗംഗയെ ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സഗരപുത്രന്മാര് ഭസ്മമായിട്ടുള്ളത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഗംഗ അവിടെ എത്തിയപ്പോഴേക്കും ഗംഗയുടെ ആ സ്പർശം കൊണ്ട്, ആ വായു അവിടെ എത്തിയത് കൊണ്ട് ആ 60,000 പേരും വൈകുണ്ഠം പ്രാപിച്ചു എന്ന് പറയാണ്. ഭഗീരഥൻ കൂട്ടിക്കൊണ്ടുവന്നത് കൊണ്ട് ദേവിക്ക് ഭാഗീരഥി എന്ന പേര് കൂടി ലഭിച്ചു. അങ്ങനെ ശ്രേഷ്ഠമായിട്ടുള്ള ഗംഗോപാഖ്യാനം ഞാന് അങ്ങേക്ക് മുഴുവൻ പറഞ്ഞു തന്നു കഴിഞ്ഞു എന്ന് നാരായണ ഋഷി പറയുകയാണ്. അപ്പൊ ഇനി എന്താണ് അറിയേണ്ടത്? അപ്പൊ നാരദമുനി അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഭൂമിയിലല്ലേ ഉള്ളത്, ത്രിപഥഗാമിനി ആയത് എങ്ങനെയാണ്? ത്രിപഥകയായത് എങ്ങനെയാണ്? ത്രിപഥക എന്ന് പറഞ്ഞാല് 3 ലോകങ്ങളിലും ഒഴുകുന്നവളായത് എങ്ങനെയാണ് ഗംഗ? ആ ചരിതം ഒന്ന് എനിക്ക് പറഞ്ഞു തരാവോ? അപ്പൊ ആദ്യം പറയുന്നത് ശരിക്കു പറഞ്ഞാല് രാസമണ്ഡലത്തിലെ കാര്യമാണ്, ഗോലോകം. അവിടെ ഗംഗാദേവി എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ള ചരിതാണ് ആദ്യം പറയുന്നത്. സാധാരണ നമ്മൾ ത്രിപഥഗാമിനി എന്ന് പറയുമ്പോൾ ഭൂമി, സ്വർഗം, പാതാളം ഈ 3 കൂടെയും ഒഴുകുന്നവളാണ് ഗംഗ എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പൊ ഇപ്പൊ ഭൂമിയിലേക്ക് എങ്ങനെ വന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഒരു ലോകത്തിനെ പറ്റി പറയാണ്, അവിടെ എങ്ങനെ ഗംഗ വന്നു? അപ്പൊ പറയാണ്, കാർത്തിക പൂർണിമയിലാണ് രാധാ മഹോത്സവം. അതായത് രാസമണ്ഡലത്തില് ശ്രീകൃഷ്ണൻ രാധാദേവിയെ പൂജിച്ചു. ശ്രീകൃഷ്ണൻ രാധാദേവിയെ പൂജിച്ചു, അതാണ് ഏറ്റവും പ്രത്യേകത. കാർത്തിക പൂർണിമയിലാണ് ഈ രാധാ മഹോത്സവം നടക്കുന്നത്. ശ്രീകൃഷ്ണൻ രാധാദേവിയെ പൂജിച്ചത് കണ്ടപ്പോൾ, ശ്രീരാമകൃഷ്ണദേവനും ശാരദാദേവിയെ പൂജിച്ചിട്ടില്ലേ,
ഇത് കണ്ടപ്പോൾ ബ്രഹ്മാദിദേവന്മാരും മഹാദേവനും എല്ലാം രാധാദേവിയെ പൂജിച്ചു എന്ന് പറയുകയാണ്. അത് ആ പൂജയില് സന്തുഷ്ടയായിട്ട് രാധാദേവി ഇരിക്കുമ്പോൾ സരസ്വതി ദേവി വളരെ മനോഹരമായിട്ട് വീണ വായിച്ചു. സരസ്വതി ദേവിയുടെ ഈ ഒരു വീണാവാദനത്തിൽ സന്തുഷ്ടരായിട്ട് എല്ലാ ദേവകളും ധാരാളം ഉപഹാരങ്ങളൊക്കെ നൽകി. അത് കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? മഹാദേവനോട് അഭ്യർത്ഥിച്ചു, അങ്ങ് ഒരു നല്ല ശ്രീകൃഷ്ണ സംഗീതം ആലപിക്കണം എന്ന് പറഞ്ഞു മഹാദേവനോട്. അപ്പൊ എന്ത് ചെയ്തു? മഹാദേവൻ അങ്ങ് ആലപിക്കാൻ തുടങ്ങി. അതോടുകൂടി എല്ലാവരും ആ സംഗീത മാധുരിയിൽ ലയിച്ച് മരപ്പാവകളെ പോലെ ആയിപ്പോയി. അപ്പോഴേക്കും ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു? ഈ ശ്രീകൃഷ്ണ ഭഗവാനും രാധാദേവി അവിടുന്ന് അപ്രത്യക്ഷരായി. ഇവരെല്ലാം ചലനമറ്റ ഇരിക്കുകയല്ലേ. ബോധം തെളിഞ്ഞു വന്നപ്പോഴെന്താണ്? തങ്ങളുടെ മുന്നിൽ മുഴുവൻ ജലമാണ്, ജലമയം. ഭഗവാനെയും കാണുന്നില്ല, രാധാദേവിയെയും കാണുന്നില്ല. അതായത് കൃഷ്ണനും രാധയും അപ്രത്യക്ഷരായിരിക്കുന്നു. അപ്പൊ എന്താണ്? ഗോപന്മാരും ഗോപികളും ദേവന്മാരും ബ്രാഹ്മണരും എല്ലാം വാവിട്ട് കരയാൻ തുടങ്ങി. ഭഗവാനെ കാണുന്നില്ല. ബ്രഹ്മദേവനുടൻ ധ്യാനത്തിലായി. ധ്യാനത്തിലായപ്പോൾ ബ്രഹ്മദേവന് മനസ്സിലായി ഭഗവാൻ എവിടെ പോയതാണെന്ന്. അതായത് ഈ ഭഗവാന്റെ തന്നെ ഇച്ഛപ്രകാരം ഭഗവാനും രാധാദേവിയും ഒന്നായിട്ട് ദ്രവരൂപത്തിലായതാണിത്. ജലം, ദ്രവരൂപത്തിലായ ജലമാണ് ഈ മുന്നില് കാണുന്നത്. അപ്പോ പക്ഷെ ഇവർക്കെല്ലാം എന്താണ്? ഭഗവാനെ ആ ഭൗതികമായിട്ടുള്ള രൂപത്തിൽ കാണണമെന്ന് വലിയ ആഗ്രഹം. അവരെല്ലാം പറഞ്ഞു, ഭഗവാന്റെ ആ രൂപം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു വരം എന്ന് പറയുന്ന അതാണ്, അങ്ങയുടെ ആ രൂപം ഞങ്ങൾക്ക് കാണണം. അപ്പോ ഉടനെ ഭഗവാന്റെ ഒരു ശബ്ദം അവിടെ കേട്ടു എന്ന് പറയണം, ഒരു അശരീരി പോലെ. ഈ മിഥ്യാദേഹം കൊണ്ട് ഞങ്ങൾക്ക് എന്ത് കർത്തവ്യമാണ് ചെയ്യാൻ സാധിക്കുക? ഞങ്ങൾക്ക് എന്ത് കർത്തവ്യമാണ് ചെയ്യാനുള്ളത്? എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ രൂപം കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ മഹാദേവൻ ഒരു കാര്യം ചെയ്യണം. അപ്പൊ എന്താണ്? സ്തോത്രങ്ങളോടും ധ്യാനങ്ങളോടും പൂജാവിധിക്രമങ്ങളോടും മന്ത്രകവചങ്ങളോടും കൂടി എൻ്റെ ഒരു സ്തോത്രം, അതായത് മന്ത്രശാസ്ത്രം രചിച്ചിട്ട് അത് ഗോപ്യമായിട്ട് സൂക്ഷിക്കണം. അതിന് എന്താ പറയാ, പാത്രം അല്ലെങ്കിൽ അതിന് അർഹതയുള്ളവർക്ക് മാത്രം അത് ഉപദേശിച്ചു കൊടുക്കുക. അങ്ങനെയുള്ളവര് എന്ത് ചെയ്യും? ഈ മന്ത്രം കൊണ്ട് പരിശുദ്ധരായവര് ഗോലോകത്തില് എത്തിച്ചേരും. അങ്ങനെ അല്ലാത്തവർക്ക് ഗോലോകവാസികളായിട്ട് തീരാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു മന്ത്രശാസ്ത്രം എഴുതുമെന്ന് മഹാദേവൻ സത്യപ്രതിജ്ഞ ചെയ്യണം. ഇതാണ് അശരീരി പറയുന്നത്. അപ്പൊ മഹാദേവൻ എന്ത് ചെയ്തു? തന്റെ മുന്നില് ജലം ഇല്ലേ, ആ ജലം ശരിക്കും പറഞ്ഞാൽ അതാണ് ഗംഗയായിട്ട് മാറിയത്. ആ ഗംഗാജലം കയ്യിലെടുത്ത് പ്രതിജ്ഞ ചെയ്തു, എന്താണെങ്കിലും വിഷ്ണുമായ മന്ത്രങ്ങളോടുകൂടിയ ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രശാസ്ത്ര ഗ്രന്ഥം ഞാന് രചിച്ചു കൊള്ളാം. ഈ ഗംഗാജലം സ്പർശിച്ചുകൊണ്ട് മനുഷ്യര് കള്ളം പറയുകയാണെങ്കിൽ അവൻ നരകത്തിൽ കിടക്കും എന്ന് പറയാണ്. അപ്പൊ ആ ഗോലോകത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ആ സദസ്സിൽ വെച്ച് മഹാദേവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ശ്രീകൃഷ്ണനും രാധാദേവിയും ആവിർഭവിച്ചു എന്നാണ് പറയുന്നത്. അതോടുകൂടി ദേവന്മാർക്കെല്ലാം വളരെ സന്തോഷമായി. അവര് പുരുഷോത്തമനായിട്ടുള്ള ആ ഭഗവാനെ സ്തുതിച്ചു. വളരെ പരമാനന്ദത്തോടുകൂടി ഉത്സവം പോലെ കൊണ്ടാടി എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ആ ഗംഗാദേവി ഗോലോകത്തിൽ എങ്ങനെയാണ് ഉത്ഭവിച്ചത്? ശ്രീകൃഷ്ണനും രാധാദേവിയും ഒന്നായി ദ്രവരൂപത്തിലായതാണ് ഗംഗ. അതായത് ശ്രീകൃഷ്ണൻ തന്നെയാണ് ഗംഗ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ ധ്യാന ശ്ലോകത്തില് കൃഷ്ണരൂപിയായിട്ടുള്ള ഗംഗ എന്ന് പറഞ്ഞത്. കൃഷ്ണൻ തന്നെയാണ് ഗംഗയുടെ രൂപം എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ രാധാകൃഷ്ണ അംഗത്തിൽ നിന്നും ജനിച്ചവളാണ് ഗംഗ എന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ നാരദ മഹർഷിയുടെ അടുത്ത ചോദ്യം ത്രിപദഗാമിനിയായത് എങ്ങനെ എന്നുള്ളതിന്റെ ഒരു സെറ്റ് അവിടെ ആൻസർ കഴിഞ്ഞു. അപ്പൊ വീണ്ടും നാരദമുനി അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഭഗവാനെ 9 ആകാറായി, 2 അധ്യായമുള്ളൂ. കാരണം വളരെ വിശദമായിട്ട് പറയേണ്ടതാണ്. അപ്പൊ ഇവിടെ പറയുന്നു, കലിയുഗത്തില് 5000 വർഷം ഗംഗ ഇരിക്കണം എന്നല്ലേ പറഞ്ഞത്. ഈ 5000 വർഷം കഴിയുമ്പോൾ ഗംഗ എങ്ങോട്ട് പോയി? 5000 വർഷം കഴിഞ്ഞിട്ട് പിന്നെ എവിടെ പോയി? കാരണം കലിയുഗം പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോ 5000 വർഷം കഴിഞ്ഞപ്പോൾ ഗംഗ എങ്ങോട്ട് പോയി എന്ന് പറയുകയാണ്. പറഞ്ഞു, വൈകുണ്ഠത്തിലേക്ക് തന്നെ പോയി. കാരണം ഭാരതീ ദേവിയുടെ, സരസ്വതി ദേവിയുടെ ശാപം കഴിഞ്ഞല്ലോ.
അപ്പൊ സരസ്വതി ദേവിക്കും ശാപം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അത് കേട്ടല്ലോ. അപ്പൊ എല്ലാവരും വൈകുണ്ഠത്തിലേക്ക് പോയി എന്ന് പറയാണ്. അപ്പോ ഭഗവാന് പക്ഷെ അതോടൊപ്പം പറയാണ്, ഭഗവാൻ ഇവര് മാത്രമല്ല, പ്രിയപ്പെട്ട വേറെ പത്നിമാരുണ്ട്. ആരൊക്കെയാണ്? സരസ്വതി, ലക്ഷ്മി, ഗംഗ, ഇവരെല്ലാം, തുളസി, ഇവരെല്ലാം ഭഗവാന്റെ പ്രിയപ്പെട്ട പത്നിമാരാണ്. പക്ഷെ ഇതില് ഗംഗ ഭഗവാന്റെ ചരണകമലങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. ആ ചരിതവും ഇനി വരുന്നേ ഉള്ളൂ. പക്ഷെ അതോടൊപ്പം ബ്രഹ്മാവിന്റെ കമണ്ഡലുവിലുള്ളതും ഭഗവാനാണ്. അതോടൊപ്പം മഹാദേവന്റെ അല്ലെ ശിരസിലും ഗംഗയാണ്. അപ്പൊ ഇവർക്കെല്ലാം പ്രിയപ്പെട്ടവളായിട്ട് ഗംഗാദേവി എങ്ങനെയാണ് മാറിയത്? അപ്പൊ എവിടെയാണ്? വിഷ്ണുവിന്റെ പദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഗംഗയാണ്, ബ്രഹ്മാവിന്റെ കമണ്ഡലുവിലുള്ളത് ഗംഗയാണ്, മഹാദേവന്റെ ശിരസിലുള്ളത് ഗംഗയാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നാരദ മുനി ചോദിക്കുകയാണ്. അപ്പൊ ശ്രീനാരായണ ഋഷി അതിന് മറുപടി പറയുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഗോലോകത്താണ് ആദ്യം ജലരൂപിയായിട്ട് ഗംഗ ഉത്ഭവിച്ചത് എന്ന് പറയുകയാണ്. അതായത് ജലത്തിന്റെ അധിഷ്ഠാന ദേവതയാണ് ശരിക്കു പറഞ്ഞാല് ഗംഗ. എന്താണെങ്കിലും ആ ഗംഗാദേവി ശ്രീകൃഷ്ണ പരമാത്മാവിൽ തന്നെ ലയിക്കാൻ, ഒന്നാകാനാണ് ആഗ്രഹിച്ചത്. അതായത് ഒരു പക്ഷേ ആ ശ്രീകൃഷ്ണ ഭഗവാനെ, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചതുർഭുജധാരിയായിട്ടുള്ള ഭഗവാനെ അല്ല, രണ്ട് കൈകളോടുകൂടിയ ആ ശ്രീകൃഷ്ണ ഭഗവാനെ തന്റെ ഭർത്താവായിട്ട് തന്നെ ലഭിക്കണമെന്ന് ഗംഗ ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗോലോകത്തിലേക്ക് രാധാദേവിയുടെ വരവ്. വളരെ ഗംഭീരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. 30 കോടി ഗോപികമാരുടെ അകമ്പടിയോടുകൂടി, അമൂല്യ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച വിമാനത്തിൽ മഹർഷിമാരുടെ അകമ്പടിയോടുകൂടിയാണ് രാധാദേവി വരുന്നതെന്ന് പറയുന്നുണ്ട്. വേഗം രാധാദേവി വന്ന് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു. വേഗം കൃഷ്ണൻ രാധാദേവിയെ കണ്ടതോടുകൂടി വളരെ ആദരപൂർവ്വം എഴുന്നേറ്റ് മധുരമായിട്ട് രാധാദേവിയുടെ സംഭാഷണം ചെയ്തു എന്നൊക്കെ പറയുകയാണ്. അപ്പൊ ഗോപന്മാരെല്ലാം വളരെ സംഭ്രമിച്ചു വന്ന് രാധാദേവിയെ നമസ്കരിച്ചു. രാധാദേവി അവരെല്ലാം സ്തുതിച്ചു. ഇത് കണ്ടപ്പോൾ അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഗംഗാദേവിയും വളരെ പെട്ടെന്ന് വന്ന് രാധാദേവിയെ സ്തുതിച്ചു. കുശല പ്രശ്നമൊക്കെ ചെയ്തു. വളരെ വിനയത്തോടുകൂടി അവിടെ നിന്നു. പക്ഷെ ഒരു പേടിയുണ്ട്, ഭഗവാനെ രാധാദേവിയാണ് വന്നിരിക്കുന്നത്, ചെറിയൊരു സംഭ്രമമൊക്കെ ഉണ്ട്. മാറി നിന്നു. പക്ഷേ ആകെ ഒരു പരിഭ്രമം കാരണം ഗംഗാദേവിയുടെ തൊണ്ടയൊക്കെ വരളുകയാണ്. അപ്പൊ ഗംഗാദേവി എന്ത് ചെയ്തു? അവിടെ മാറി നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് വളരെ ശക്തിയായിട്ട് ഏകാഗ്രതയോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയാ നിൽക്കുന്നത്? രാധാദേവിയുടെ അടുക്കലുണ്ട്. പക്ഷെ ഭഗവാൻ ആര് ധ്യാനിച്ചാലും കിട്ടില്ലേ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന് മനസ്സിലായി അവിടെ നിൽക്കുന്ന ഗംഗ എന്നെ പ്രാർത്ഥിക്കുകയാണെന്ന്. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ആ ഹൃദയത്തിൽ അങ്ങ് സ്ഥാനം കൊടുത്തു. ഒരു സമാധാനായി അതോടുകൂടി. അപ്പൊ മനസ്സിന് നല്ല ഉറപ്പ് കിട്ടി, ശാന്തമായി. എന്താണെങ്കിലും രാധാദേവിയെ ഇവരെല്ലാം ഗംഗാദേവിയെ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗംഗാദേവിക്ക് ചില അസ്വസ്ഥതകൾ വരാൻ തുടങ്ങി. കാരണം ഗംഗാദേവിക്ക് മനസ്സിലായി ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ക്ഷമിക്കണം, രാധാദേവിക്ക് അസ്വസ്ഥത വരാൻ തുടങ്ങി. ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഗംഗാദേവിയെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോ രാധാദേവിക്ക് കോപം വന്നു. രാധാദേവി പറഞ്ഞു, അങ്ങ് ഗോകുലത്തിൽ വെച്ചും ഇങ്ങനെ ഓരോ ഗോപികമാരുടെ കൂടെയൊക്കെ പോകുമായിരുന്നു. അങ്ങ് എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഗംഗാദേവിയെ നോക്കുന്നത്? അങ്ങ് ഈ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ രണ്ടുപേരും ഗോലോകത്തിൽ നിന്നും വേറെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൊള്ളുക. വളരെ ക്രോധ രൂപത്തില് രാധാദേവി പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ പിന്നെ ഇനി ചെയ്യാൻ പറ്റുക? രാധാദേവിയുടെ കോപം അടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഗംഗയ്ക്ക് പെട്ടെന്ന് രാധാദേവിയുടെ കോപത്തിന്റെ അളവ് മനസ്സിലായി. ഗംഗ എന്ത് ചെയ്തു? ഗംഗ സിദ്ധിയുള്ളവളാണ്. ഗംഗ തന്റെ സിദ്ധി കൊണ്ട് വേഗം ജലരൂപത്തിലായിട്ട് മാറി. അപ്പോ അപ്രത്യക്ഷമായി സഭയിൽ നിന്ന് തന്റെ ആ സ്വരൂപം ഇല്ലേ, ഒരു സ്ത്രീയുടെ രൂപം കൊണ്ട് അപ്രത്യക്ഷമായിട്ട് ജലപ്പരപ്പായിട്ട് മാറി ദൂരെ. പക്ഷെ ഇത് സിദ്ധിയുള്ള രാധാദേവിയെ മനസ്സിലാക്കി. രാധാദേവിക്കും സിദ്ധിയുണ്ട്. രാധാദേവി എന്ത് ചെയ്തു? ഈ ഗംഗാജലത്തിലെ കുടിച്ചു വറ്റിക്കാനായിട്ട് ഉള്ള ശ്രമം നടത്താനായിട്ട് തുടങ്ങി. അപ്പൊ രണ്ടുപേർക്കും ആ യോഗശക്തി ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യാൻ സാധിച്ചത്. ഗംഗ എന്ത് ചെയ്തു? ആരും കാണാതെ വേഗം ഭഗവാന്റെ പാദത്തിനുള്ളില് ഒളിച്ചു. പിന്നെ രാധാദേവി എല്ലാ സ്ഥലങ്ങളിലും ഗംഗാദേവിയെ തപ്പി നടക്കുകയാണ്. കാണുന്നില്ല. കാരണം ഗംഗാദേവി എവിടെയാണ്? ഭഗവാന്റെ പാദത്തിന് ഉള്ളിലാണ് ഒളിച്ചത്.
പക്ഷെ ഗംഗാദേവി ഒളിച്ചതോടുകൂടി എവിടെയും ജലം ഇല്ലാതെയായി. ഗോലോകവും എല്ലാ ലോകങ്ങളും വറ്റി വരണ്ടു. എല്ലാവരുടെയും തൊണ്ടയും ചുണ്ടും അണ്ണാക്കും ഒക്കെ വരണ്ടു. എല്ലാവരും കൂടെ ഗോലോകത്തിലേക്ക് വന്ന് ഭഗവാനോട് തങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ്, ഞങ്ങൾക്ക് ഗംഗയൊന്ന് വിട്ടുകിട്ടണം. അപ്പം ഭഗവാൻ പറഞ്ഞു, ഗംഗ എന്താണെന്നറിയോ, രാധയെ പേടിച്ച് എൻ്റെ പാദത്തിൽ എൻ്റെ ചരണങ്ങളെ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അപ്പൊ എൻ്റെ സന്നിധിയിൽ വെച്ച് രാധയെ കണ്ടു, രാധ ഇവളെയും കണ്ടു. രാധ എന്ത് ചെയ്തു, ഇവളെ കുടിച്ചു പറ്റിക്കാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ഗംഗയുടെ ഭയം ഇല്ലാതെയാകണം. അതുകൊണ്ട് ഗംഗയെ ഞാൻ നിങ്ങൾക്ക് നൽകാം, നിങ്ങൾ അവളെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു, രാധാദേവിയെ ആദ്യം ഒന്ന് തണുപ്പിച്ചു, രാധാദേവിയെ സ്തുതിച്ചു. എന്നിട്ട് രാധാദേവിയോട് പറഞ്ഞു, ശരിക്ക് ഗംഗ ആരാണ്? നിങ്ങൾ രണ്ടുപേരും, ശ്രീകൃഷ്ണനും രാധയും ഒന്നിച്ചു ചേർന്നപ്പോൾ ആ ദ്രവരൂപമാണ് ഗംഗ. അതായത് അങ്ങയുടെ പുത്രിയാണ് ശരിക്കു പറഞ്ഞാൽ ഗംഗാദേവി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രാധാദേവിയുടെ മനസ്സ് അലിഞ്ഞു എന്നാണ്. അങ്ങയ്ക്ക് പുത്രി സമാനയല്ലേ എന്ന് രാധയോട് ചോദിച്ചപ്പോൾ വളരെ സന്തോഷമായി. അപ്പൊ രാധാദേവി പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോഴേക്കും ഗംഗ എന്ത് ചെയ്തു, ഭഗവാൻ കൃഷ്ണന്റെ കാലിലെ ആ പെരുവിരലിന്റെ നഖത്തിന്റെ അഗ്രത്തിലൂടെ പുറത്തു വന്നു എന്നാണ് പറയുക. ഗംഗാദേവി അവിടെ നിന്നല്ലേ ഉദ്ഭവിക്കുന്നതായിട്ട് നമ്മൾ പറയുന്നത്, ജലത്തിന്റെ അധിഷ്ഠാന ദേവതയുമാണ്. പുറത്തു വന്നപ്പോ വേഗം ബ്രഹ്മദേവൻ എന്ത് ചെയ്തു, കമണ്ടലുവിൽ കുറച്ച് ജലം സ്വീകരിച്ചു. അതോടൊപ്പം മഹാദേവൻ എന്ത് ചെയ്തു, കുറച്ച് തന്റെ, നമ്മൾ തളിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അതുപോലെ കുറച്ച് ഗംഗയെ ശിരസിലും ധരിച്ചു എന്ന് പറയുകയാണ്. അപ്പൊ ഗംഗാദേവിക്ക് ബ്രഹ്മദേവൻ രാധാമന്ത്രം അല്ലെങ്കിൽ രാധികാ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. രാധികാദേവിയെ പൂജിക്കാനുള്ള മന്ത്രം, സ്തോത്രം, കവചം, പൂജാക്രമം, ഇതെല്ലാം, ധ്യാനം എങ്ങനെ വേണം, രാധികാദേവിയെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള മന്ത്രം എല്ലാം ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുകയാണ്.